ഹരി ഓം. ഇവിടെ ഭഗവത്ഗീത ഗ്രന്ഥത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഭഗവത്ഗീത ഈ ജഗത്തിൻ്റെ ഒരു നിധിയാണ്. ഭഗവത്ഗീത ചതുർവേദങ്ങൾക്ക് സമാനമായി സ്ഫുടം ചെയ്തെടുത്ത പോലെ വേദങ്ങളുടെ സമാനമായി മറ്റൊരു വേദമാണ് ഗീത. സർവജ്ഞനും കാലാതീതനും എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും നാശരഹിതനും ആദിമധ്യാന്തങ്ങൾ ഇല്ലാത്തവനും സർവഭൂതങ്ങളുടെയും രക്ഷിതാവും അണുവിനും അണുവായും സൂക്ഷ്മത്തിന് സൂക്ഷ്മമായും എല്ലാറ്റിൻ്റെയും കർത്താവായും മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്കും ബുദ്ധികൾക്കും അപ്പാർപ്പെട്ടവനും ജനനമരണങ്ങൾ ഇല്ലാത്തവനും എല്ലാം അറിയുന്നവനും പരമപദവുമായ ഭഗവാൻ ഒരു മാനുഷിക രൂപം ധരിച്ച് താത്വികമായ കർമ്മങ്ങളും അനവധി ലീലകളും സ്വയം ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യവും കലികാലത്തിൽ ശീഘ്രപ്രത്യക്ഷവും കൊടുക്കുന്നതും ബലത്തെ കൂടുതൽ കിട്ടുന്നതുമായ ഭഗവാൻ എല്ലാവർക്കും ജീവിതത്തിൻ്റെ നൂലാമാലകളിൽ നിന്ന് വേർതിരിച്ച് മനസ്സിനെ ശുദ്ധീകരിച്ച് പവിത്രമായ ഭക്തിയെ വളർത്താനായി ഭഗവാൻ അർജുനനിലൂടെ നമുക്കായി ഗീത ധാരയായി ഇരിക്കുന്നു. എന്നാൽ ഈ നരജന്മം ഭവനം, ഹേമം, ധനം, ഭൂമി ഇവയെ ചിന്തിച്ചിട്ടുള്ള വസ്തുക്കളെ വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾക്കായി ആ ചിന്തകളാൽ വിഷം പോലെ പടർന്ന് ചിത്തത്തെ ഭ്രമിപ്പിച്ച് കൊണ്ടിരിക്കുകയാണ്. ഈ ദുർഘടപാതയെ കടക്കാനും മനുഷ്യജീവിതം ശാശ്വതമല്ലെന്നും ഉള്ള കാലം ഭഗവത് ഭക്തിയുമായി ജനനം ജീവിതം സായുജ്യപ്രാപ്തിയാണ് ലക്ഷ്യമെന്ന് ധരിച്ച് ബോധവാനായി തൻ്റെ ജീവിതം ഭഗവത് കർമ്മങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ഗീത, ഭാഗവതം, രാമായണം, ഭാരതം മറ്റുമുള്ള പല പാരായണങ്ങളും ചെയ്ത് വരിക. എന്നാൽ അതിൽ പ്രധാനമായി നിത്യവും ഭഗവത്ഗീത പാരായണം ചെയ്താലുള്ള ഫലങ്ങളും ആ പൊക്കിഷം ആ നിധി ഭവനത്തിലുണ്ടായാലുള്ള ഫലങ്ങളും മറ്റവർക്ക് പറഞ്ഞു കൊടുത്താലുള്ള ഫലങ്ങളുമാണ് ആദ്യത്തെ ഗീതാമാഹാത്മ്യം എന്ന രീതിയിൽ 20 ശ്ലോകം കൊണ്ട് പറയുന്നതും അതിനുശേഷം ഗീതാ പാരായണം ചെയ്യേണ്ടതുമായ ഒരു രീതിയെ ഇവിടെ പറയുന്നത്. ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെയോ ചെയ്തു തീർക്കുന്നുണ്ട്. അങ്ങനെ ദിനങ്ങളും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു പോകുന്നു. ഈ കാലയളവിൽ ഭഗവാന്റെ ഈ ഗ്രന്ഥത്തെ പാരായണം ചെയ്ത് അനേക ജന്മങ്ങൾക്ക് ശേഷം കിട്ടുന്നതായ ഈ മനുഷ്യജന്മം ഭഗവാന്റെ അനുഗ്രഹത്തിനായി ഭഗവത് കർമ്മങ്ങളും ഭഗവത് ചിന്തയുമായി ജീവിതം സന്തുഷ്ടമാക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഭഗവാൻ ഗീത 8-ാം അധ്യായത്തിൽ ശ്ലോകം 22 പറയുന്നു: പുരുഷ പരപ്രാർത്ഥ ഭക്ത്യാ ലഭ്യസ്തനന്നയ യസ്യാന്തസ്താദിഭൂതാനി ഏന സർവവിധം തത്. ഹേ പാർത്ഥ, സർവചരാചരങ്ങളും എന്നിൽ സ്ഥിതി ചെയ്യുന്നു. എൻ്റെ അവ്യക്തമായ കാണാൻ കഴിയാത്ത മഹാചൈതന്യം സർവ്വജീവജാലങ്ങളും പ്രകാശിക്കുന്നു. ഈ അണ്ടചരാചരത്തിൽ പല ജീവികളും പല ആകൃതിയിലും പല രൂപത്തിലും ആശ്ചര്യകരമായി പ്രപഞ്ചം മുഴുവൻ ആവിർഭവിച്ചു കൊണ്ടിരിക്കുന്നു. ചിന്തിക്കേണ്ടതാവും നമ്മൾ. ആകയാൽ അചഞ്ചലമായ അനന്യഭക്തിയാൽ പ്രാപിക്കേണ്ടതാവുന്നു. നമ്മുടെ ജീവിതം ഗൗരവം, അഭിമാനം, കാമം, ക്രോധം, ലോഭം, മോഹം ഈ ശരീരം നിലനിൽക്കുന്നതുവരെ മാത്രമാണെന്ന് ചിന്തിച്ച് ഇതിനെയെല്ലാം വർജിച്ച് ഭഗവാന്റെ ചരണത്തിൽ നമിക്കേണ്ടതാണ്. കൂടാതെ ഭഗവാന്റെ അനുഗ്രഹത്താൽ നമ്മളുടേതായ ശരീരപ്രകൃതിയെ പ്രവർത്തനത്തെ ഒന്നും കൂടി ഭഗവാൻ പറയുന്നു. അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്ത പജാമന്യം ചതുർവിധം. ഞാൻ പ്രാണികളുടെ ദേഹത്തിൽ ജഡരാജ്ഞിയായി വായുക്കളോട് കൂടി, അതായത് പ്രാണൻ, അപാനൻ എന്ന വായുക്കളോട് കൂടി ചേർന്ന് 4 വിധമായ അന്നത്തെ ദഹിപ്പിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം തന്നെ ഉണ്ടെങ്കിലല്ലേ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനമെല്ലാം നടക്കുകയുള്ളൂ. അതിൻ്റെ ഒരു പ്രത്യേക ആശ്ചര്യമായി ഭഗവാൻ എടുത്തു കാണിക്കുന്നു. നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല, പക്ഷേ അത് മനസ്സിലാക്കേണ്ടാവും. അതിവിടെ പറയുന്നു ഭഗവാൻ ഗീത ശ്ലോകം. കാഥ്യം
ഖാദ്യം അതായത് കടിച്ചു തിന്നുന്നവ, ചോഷ്യം ചവച്ചരച്ച് രസം മാത്രം ഇറക്കുന്നവ, ലേഹ്യം നക്കിത്തിന്നേണ്ടവ, പേയം കുടിക്കേണ്ടവ. ഇങ്ങനെ 4 വിധത്തിൽ മനുഷ്യൻ മുതൽ എല്ലാ ജീവരാശികളും ഭഗവാന്റെ ചൈതന്യത്താൽ പ്രവർത്തമാകും. പക്ഷേ നമ്മൾ ഈ 4 വിധം ഈ വേർതിരിച്ചുള്ളതായ ഒരു പ്രത്യേകതമായ ഈ കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഭഗവാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യൻ്റെ ശരീരത്തിൽ അല്ലെങ്കിൽ മനുഷ്യൻ്റെ പ്രവർത്തനത്തിൽ ഭഗവാൻ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ശരിയാണ്, അതൊക്കെ ഭഗവത് അനുഗ്രഹം ഉണ്ടെങ്കിൽ ശരീരപ്രവർത്തനം ഉണ്ടാവുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാം. ആകെ മനുഷ്യൻ്റെയും എല്ലാ പ്രാണികളുടെയും ജീവിത കർമ്മങ്ങൾ സൃഷ്ടിസ്ഥിതി സംഹാരനായ ഭഗവാന്റെ അനുഗ്രഹത്താൽ സൂക്ഷ്മത്തിന് സൂക്ഷ്മവും മണുവും മണുവായി ബ്രഹ്മമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ നാം ഇതൊന്നും അറിയാതെ നമ്മുടെ എല്ലാം നമ്മുടെ സ്വശക്തിയാണെന്ന് വിചാരിച്ച് നടക്കുന്നു. പ്രപഞ്ചത്തെയും അണ്ടചരാചരങ്ങൾ നിത്യം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നാം ചിന്തിച്ചാൽ ഈ പ്രപഞ്ചത്തിലുള്ള കാലം ഭഗവാനെ എന്ന് സ്മരിക്കുന്നതാകുന്നു. കാരണം മനുഷ്യൻ്റെ പരിണാമ വളർച്ചയായ ബാല്യം, യൗവനം, കൗമാരം, വാർദ്ധക്യം, ജര, അങ്ങനെ യാതൊരുവിധ മാറ്റമില്ലാതെ ഓരോ ജീവകൾക്കും കാലനിർണയം ചെയ്തുകൊണ്ട് യാതൊരു വിട്ടുവീഴ്ചകളോ അപാകതകളോ ഇല്ലാതെ കൃത്യമായി ഈ ലോകത്തിലെങ്ങും എല്ലാ ജീവജാലങ്ങൾക്കും നടക്കുന്നു. ഇതിൻ്റെയൊക്കെ തലൈവൻ അല്ലെങ്കിൽ ബ്രഹ്മമയമായി ഭഗവാൻ തന്നെയെന്ന് മനസ്സിലാക്കാം. ആകയാൽ ഭഗവാന്റെ പരിപൂർണ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ എന്നും ശ്രമിക്കേണ്ടത്. കാരണം 9 ധാരമുള്ള മനുഷ്യജീവിതം ബ്രഹ്മപ്രാപ്തിയാണ് വിചാരിച്ച് ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെയൊരു മനുഷ്യജീവിതം കിട്ടിയതിന് ഭഗവാന്റെ കേശാദിപാദത്തിൽ നാം ശരണം പ്രാപിക്കേണ്ടതാണ്. ഹരിയും അടുത്ത് ഭഗവത്ഗീത പഠിക്കുന്നതിന് മുമ്പായിട്ട് അടുത്ത 24 ശ്ലോകം എങ്ങനെയാണ് അതിൻ്റെ വിവരണങ്ങൾ അടുത്ത് പറയാം. ഹരി ഓം, നമസ്കാരം.